Hi friends, Pinnacle Academy Swagatham. Namal topic thermodynamics in the Baki. Second law of thermodynamics, gibbs energy, and spontaneous entropy change. This lecture discuss first law of thermodynamics in the demerit spontaneous and process spontaneous first law of thermodynamics. Second law of thermodynamics. Second law of thermodynamics spontaneous entropy spontaneous entropy spontaneous natural tendency external agency natural tendency spontaneous spontaneous a process which has the natural tendency or potential to occur without the assistance of an external agency. External agency natural process spontaneous spontaneous natural spontaneous external agency natural process spontaneous spontaneous entropy 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 system degree of disorder randomness measuring entropy. Entropy is defined as the measure of degree of disorder or randomness of a system. One system in degree of disorder randomness measuring entropy. Liquid gas liquid in the molecules liquid molecules arrange liquid vapor molecules disorder arrange entropy gas molecules water vapor entropy disorder arrange entropy entropy of a system is defined as a measure of degree of disorder or randomness of a system. One system in the disorder randomness measure entropy. Entropy represent the letter S. S represent entropy represent the letter S. S entropy represent the letter S entropy represent letter S delta S entropy change entropy of final state minus entropy of initial state. For isobaric process, for isothermal process, entropy change. Isothermal entropy change delta S is equal to Q reversible by T. For isothermal process, for isothermal reversible process, delta S is equal to Q reverse by T. Okay, this is the unit joule Kelvin raised to minus 1 mole raised to minus 1 joule Kelvin raised to minus 1 mole raised to minus 1 spontaneous entropy this is first law second law of thermodynamics second law of
തെർമോഡൈനാമിക്സ്. ഇല്ലേ? സ്പോണ്ടേനിയസ് സംഭവിക്കുന്ന ഏതൊരു പ്രോസസ്സിന്റെയും എല്ലായ്പ്പോഴും എന്താണ്? പ്രപഞ്ചത്തിന്റെ എൻട്രോപ്പി എന്താണ്? വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ്. എന്താ പറഞ്ഞ? സ്പോണ്ടേനിയസ് സംഭവിക്കുന്ന ഏതൊരു പ്രോസസ്സും എല്ലായ്പ്പോഴും എന്താണ്? എല്ലായ്പ്പോഴും പ്രപഞ്ചത്തിലെ എൻട്രോപ്പി എന്താണ്? പ്രപഞ്ചത്തിലെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. എന്താണ്? പ്രപഞ്ചത്തിലെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? സ്പോണ്ടേനിയസ് സംഭവിക്കുന്ന ഏതൊരു പ്രോസസ്സും എല്ലായ്പ്പോഴും എന്താണ്? നമ്മുടെ പ്രപഞ്ചത്തിൽ എന്താണ്? എൻട്രോപ്പി വർദ്ധിക്കുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. എന്താണ്? ഒരു ലിക്വിഡ് ആണ്. ലിക്വിഡ് ഗ്യാസ് ആകുന്നു. ഇല്ലേ? ഗ്യാസ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആയപ്പോൾ അതിന്റെ മോളിക്യൂൾസ് എന്താണ്? ഡിസോർഡർ ആയി മാറി. അപ്പൊ നമുക്കറിയാം എന്താണ്? ഈ ലിക്വിഡിനാണ് ഗ്യാസിനാണ് എൻട്രോപ്പി കൂടുതൽ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഗ്യാസ് ആണ്. കാരണം ഇതിൽ ഏറ്റവും ഡിസോർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി ഏറ്റവും കൂടുതൽ എന്തിനാണ്? ഗ്യാസ് മോളിക്യൂൾസിനാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. മനസ്സിലായ മക്കളെ? അപ്പം നമുക്കറിയാം എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ എൻട്രോപ്പി കൂടുന്നു. തിരിച്ചു നോക്കിയാൽ ഗ്യാസ് ലിക്വിഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? എൻട്രോപ്പി കുറയുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എൻട്രോപ്പി ചേഞ്ച് ഇൻ സ്പോണ്ടേനിയസ് പ്രോസസ് എന്നാണ്. എൻട്രോപ്പി ചേഞ്ച് ഇൻ spontaneous process. എന്താണ്? എൻട്രോപ്പി ചേഞ്ച് ഇൻ സ്പോണ്ടേനിയസ് പ്രോസസ്. ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ് ഇൻ ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ്? ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണ്? ഇൻ ഐസൊലേറ്റഡ് സിസ്റ്റം എൻതാൽപി ചേഞ്ച് ഇൻ പോസിറ്റീവ്. എന്താണ്? എൻതാൽപി ചേഞ്ച് എന്താണ്? അവർ ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് എൻതാൽപി ചേഞ്ച് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മീൻസ് എന്താണ്? ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ സീറോ. സീറോയിനേക്കാൾ വലുതായിരിക്കും എന്താണ്? എൻട്രോപ്പി ചേഞ്ച്. കാരണം എന്താ? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ശ്രദ്ധിക്കാൻ മക്കളെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ അകത്ത് എൻട്രോപ്പി ചേഞ്ച് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വരും. മനസ്സിലായ മക്കളെ? ഇനി ശ്രദ്ധിക്കാം. നമുക്ക് നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം. നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇല്ലേ? നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം കൂടുതലാണ് അറിയാലോ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എപ്പോഴും എന്താണ്? ഡെൽറ്റ എസിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ എന്താണ്? സീറോ ആണ്. മനസ്സിലായ മക്കളെ? ഇനി ശ്രദ്ധിക്കാം. നമുക്ക് നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ എന്താണ്? അതിന്റെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് സിസ്റ്റത്തിന്റെ സറൗണ്ടിന്റെ എൻട്രോപ്പി ചേഞ്ചിന്റെ സമ്മാണ് എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് ഓക്കെ സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് വരും. ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് എന്താണ്? ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് വരും. ഇതിന്റെ വാല്യൂ എന്താണ്? സീറോനേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താലും ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താലും ഡെൽറ്റ എസ് ഐസൊലേറ്റഡ് ആണ് ഉടനെ വരുത്തുക. അതുകൊണ്ടാണ് ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ സീറോ. എന്നാൽ നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ ഒന്നോ അതിലധികം ആണ്. അതാണ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്. അതിന്റെ വാല്യൂ എന്തായിരിക്കും? സീറോനേക്കാൾ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയ മക്കളെ? ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഒരു പ്രോബ്ലം ചെയ്യാം. ഞാൻ പ്രോബ്ലം ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചോണം. predict whether the entropy increase or decrease in each of the following. താഴെ കൊടുത്തിരിക്കുന്നവയെ എൻട്രോപ്പി കൂടുതലാണ് കുറവാണ്. താഴെ 3 കണ്ടീഷൻ കൊടുക്കും. അതിന്റെ അകത്ത് എന്താണ്? എൻട്രോപ്പി കൂടുതലാണ് കുറവാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അതിൽ ഒന്നാമത്തെയാണ് 2SO3 plus gives SO2 plus O2. ഇത് ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്, ഇത് ഓൾസോ ഗ്യാസ് ആണ്. അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിക്കോ. നമുക്കറിയാം അടുത്തയാണ് H2 സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 2H എന്ന് വരും അല്ലേ? അടുത്തയാണ് മൂന്നാമത്തെ കണ്ടീഷൻ ആണ് എന്ത്? കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. മൂന്നാമത്തെയാണ്. ഒന്ന് ഇത്, രണ്ട് ഇത്. മൂന്നാമത്തെയാണ് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം അല്ലെ? നിങ്ങൾ നോക്കിയാൽ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം. ഇവിടെ 2 മോള് SO2. ഇവിടെ ഇവിടെ എന്താണ്? 2 മോൾ എന്താണ്? SO2
ഇവിടെ 1 മോൾ എന്താണ് O2. മൊത്തം പ്രോഡക്റ്റിൽ എത്ര മോൾ ഉണ്ട് 3, റിയാക്ടൻസ് എത്ര മോൾ ഉണ്ട് 2. 2 എന്തായി മാറി 3ആയി മാറി. 3ആയി മാറിയപ്പോൾ സ്വാഭാവികമായി നമ്പർ ഓഫ് മോൾസ് കൂടിയപ്പോൾ എൻട്രോപ്പി കൂടുന്നു. ഒന്നാമത്തെ കേസിൽ എന്താണ് എൻട്രോപ്പി കൂടുതലാണ്. രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം H2 gives 2H. നമുക്കറിയാം എന്താണ് 1 mole of hydrogen decomposed to gives 2 atom. So number of particles increase and hence entropy increase. നമുക്കറിയാം എന്താണ് H2 decompose ചെയ്ത് എന്തായി മാറി 2H ആയി മാറി. ഇപ്പോൾ 2H ആയി മാറുമ്പോൾ എന്താണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കൂടി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് എൻട്രോപ്പി കൂടി. അടുത്തയാണ് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. നമുക്കറിയാം സ്റ്റീം നീരാവി നമ്മൾ കണ്ടൻസേഷൻ ചെയ്യുന്നു, തണുപ്പിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് മോളിക്യൂൾസ് എന്തെങ്കിലും അടുക്കുന്നു, ഡിസോർഡർ മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഗ്യാസിനാണ് അല്ലെങ്കിൽ സ്റ്റീമിനാണ് ഏറ്റവും കൂടുതൽ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡമസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് സ്റ്റീമിനാണ് ഏറ്റവും കൂടുതൽ എൻട്രോപ്പി. എന്നാൽ സ്റ്റീം കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു ലിക്വിഡായി മാറുന്നു. അപ്പോൾ അതിന്റെ ഡിസോർഡർ കുറയുന്നു, എൻട്രോപ്പി കുറയുന്നു. ഈ 2 കേസിലും എൻട്രോപ്പി കൂടുന്നു, ഈ കേസിൽ എന്താണ് എൻട്രോപ്പി കുറയുന്നു. മനസ്സിലായോ? ഇനി അടുത്തയാണ് ഗിബ്സ് എനർജി. എന്താണ് ഗിബ്സ് എനർജി? അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയും. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? ഗിബ്സ് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു ദ സിസ്റ്റം that can be converted into useful work during a process. ഇത്രയുള്ള കാര്യം എന്താണ് ഒരു സിസ്റ്റത്തിന് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് പ്രോസസ് ചെയ്യാനുള്ള വർക്കായി മാറുന്നു, യൂസ്ഫുൾ വർക്കായി മാറുന്നു. അതിനെ പറയുന്ന പേരാണ് ഗിബ്സ് എനർജി എന്ന് പറയും. Okay, എന്താണ് ഒന്നും കൂടെ പറയാം. ഗിബ്സ് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു യൂസ്ഫുൾ വർക്ക് ഡ്യൂറിങ് എ പ്രോസസ്. ഇല്ലേ? ഇത്രയുള്ള ഒരു സിസ്റ്റത്തിന് എന്താണ് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുമ്പോൾ ആ സിസ്റ്റം അത് കൺവേർട്ട് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാനുള്ള യൂസ്ഫുൾ വർക്കായി മാറുന്നു. അതാണ് ഗിബ്സ് ഫ്രീ എനർജി. ഇതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് G. G is equal to H minus TS. ഓക്കെ, ഇവിടെ H എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് എൻതാൽപ്പി. പഠിച്ചയാണ് എന്താണ് എൻതാൽപ്പി. G എന്ന് വെച്ചാൽ എന്താണ് ഗിബ്സ് എനർജി. T എന്താണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. S എന്താണ് എൻട്രോപ്പി ആണ്. ഓക്കെ, ഇതാണ് ഗിബ്സ് എനർജി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗിബ്സ് ഹെർമോസ് ഇക്വേഷൻ ആണ്. ഗിബ്സ് ഡെറിവേഷൻ ഓഫ് ഗിബ്സ് ഹെർമോസ് ഇക്വേഷൻ. എളുപ്പമാണ്, ശ്രദ്ധിച്ചോണം. നമുക്ക് ഇതുകൂടി തന്നെ ഗിബ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ പറ. G is equal to H minus TS അല്ലേ? അല്ലേ മക്കളെ? ഇവിടെ H എന്താ എന്താൽപ്പി എന്ന് വെച്ചാൽ എന്താൽപ്പി ഈസ് എ സം ഓഫ് എന്താണ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം. അല്ലേ? ഇന്റേണൽ എനർജിയും പ്രഷർ വോളിയം തമ്മിൽ കൂട്ടുന്നതാണ് എന്ത് നമ്മുടെ ഗിബ്സ് നമ്മുടെ എന്താൽപ്പി. അപ്പൊ H സീക്വൽ ടു എങ്ങനെ വരും മക്കളെ? U പ്ലസ് PV അല്ലേ? ആണോ? നമ്മൾ ഈ H ഈ സാധനം ഇട്ട് കൊടുക്കാലോ. അപ്പൊ G സീക്വൽ ടു U പ്ലസ് PV അല്ലേ? മൈനസ് TS എന്ന് വരത്തില്ലേ? ഇത് നമുക്ക് ചേഞ്ചിങ് ആക്കാം. എങ്ങനെ ആക്കും? എല്ലാവർക്കും ഡെൽറ്റ ഇട്ട് കൊടുത്താൽ പോരെ. ഡെൽറ്റ G is equal to ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ P into V ആണോ? മൈനസ് ഡെൽറ്റ T into S ആണോ മക്കളെ? ആണ്. അപ്പം നമുക്കറിയാം ഡെൽറ്റ G is equal to ഡെൽറ്റ U അല്ലേ? ഡെൽറ്റ U പ്ലസ് ഈ ഡെൽറ്റ അകത്തോട്ട് വരുമ്പോ പി ഡെൽറ്റ വി അല്ലേ? മൈനസ് പറ ടി ഡെൽറ്റ എസ് ആണോ? ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് നമുക്കറിയാം ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. നമുക്ക് എന്താ അറിയാം ഡെൽറ്റ എച്ച് അല്ലേ മക്കളെ? അപ്പൊ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്താണ് ഡെൽറ്റ എച്ച് ആണ്. അപ്പൊ ഈ സ്ഥാനത്ത് നമുക്ക് ഡെൽറ്റ എച്ച് കൊടുക്കാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് ഗിബ്സ് ഹെർമോസ് ഇക്വേഷൻ എന്ന് പറയും. സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല ഇത് ഡെറിവ് ചെയ്യാൻ. ക്ലിയർ ആയ മക്കളെ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് സ്പോണ്ടേനിയസ്. എന്താണ് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് എന്താണ് സ്പോണ്ടേനിയസ്?
ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. എന്താണ് ഡെൽറ്റ ജി ലെസ് ദാൻ 0 ഇല്ലേ? എന്താണ് ഡെൽറ്റ ജിയുടെ വാല്യൂ 0-നേക്കാൾ കുറവ് എന്ന് വെച്ചാൽ ഡെൽറ്റ ജി എന്താണ് നെഗറ്റീവ് ആണെങ്കിൽ പറമക്കളെ ഡെൽറ്റ ജി എന്താണ് നെഗറ്റീവ് ആണെങ്കിൽ ദ പ്രോസസ് വിൽ ബി സ്പോണ്ടേനിയസ്. ആ പ്രോസസ് എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ അതെന്താ ആ പ്രോസസ് എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. എന്നാൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 0 എന്താണ് ഡെൽറ്റ ജി 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, അവിടെ ഡെൽറ്റ ജി എന്തായിരിക്കും 0 ആയിരിക്കും. ഡെൽറ്റ ജി എന്തായിരിക്കും 0. ഇപ്പൊ ഇക്വിലിബ്രിയത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടു കഴിഞ്ഞാൽ ഡെൽറ്റ ജി അവിടെ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അടുത്തയാണ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ. ഡെൽറ്റ ജി പറ ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ദ പ്രോസസ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. പ്രോസസ് എന്തായിരിക്കും ഫോർവേഡ് റിയാക്ഷനിൽ നോൺ സ്പോണ്ടേനിയസും എന്നാൽ റിവേഴ്സ് റിയാക്ഷൻ എന്താണ് സ്പോണ്ടേനിയസുമാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് പറ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് അല്ലെങ്കിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0 ഈ പ്രോസസ് എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 എങ്കിൽ ഉറപ്പിച്ചോണം ഇത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഉറപ്പിച്ചോണം ഫോർവേഡ് റിയാക്ഷൻ സ്പോണ്ടേനിയസും ബാക്ക്വേർഡ് എന്താണ് നോൺ ഫോർവേഡ് നോൺ സ്പോണ്ടേനിയസും ബാക്ക്വേർഡ് എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ക്ലിയർ ആയ മക്കളെ, ഇനി അടുത്തയാണ് കണ്ടീഷൻ ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് ഫോർ എ പ്രോസസ്. നെഗറ്റീവ് എന്ന ഡെൽറ്റ ജി നെഗറ്റീവ് എന്ന കുറച്ച് പ്രോസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് പോർഷൻ ആണ് പറയുന്നത്. അവ ശ്രദ്ധിച്ചോണം. അതിൽ ഒന്നാമത്തെയാണ് നമുക്കറിയുന്നതാണ് സിൻസ് ഡെൽറ്റ ജി നമുക്ക് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്താ ഡെൽറ്റ ജി അല്ലേ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഇത് വെച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ആദ്യത്തെയാണ് വെൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ശ്രദ്ധിച്ചോണം ഡെൽറ്റ ജി ഓൾസോ നെഗറ്റീവ്. മാറിപ്പോകരുത്. നമ്മൾ ഈ ഹെൽമോൾട്ട്സ് ഇക്വേഷൻ വെച്ചാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് എന്താണ് ടി ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട ഡെൽറ്റ ജി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് വെച്ചാൽ എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ എസ് എന്ന് വെച്ചാൽ എൻട്രോപ്പി ചേഞ്ച്, ഡെൽറ്റ ജി എന്ന് വെച്ചാൽ ഗിബ്സ് എനർജി ചേഞ്ച്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് വെൻ ഡെൽറ്റ എച്ച് എന്താണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ്. ഓക്കെ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ്. ഓക്കെ, ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ജിയും എന്തായിരിക്കും നമ്മളിപ്പോ കൂടുതൽ പഠിക്കുന്നത് ഡെൽറ്റ ജി നെഗറ്റീവ് എന്ന കേസാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം, ഈ രണ്ട് പോയിന്റ് ഓർക്കുക. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. പറ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. രണ്ട് കണ്ടീഷൻ പഠിച്ചു. മൂന്നാമത്തെയാണ് വെൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് എന്നാൽ ഡെൽറ്റ എച്ചും ശ്രദ്ധിച്ചോണം ശ്രദ്ധിക്കുക. അടുത്ത കണ്ടീഷനാണ് മൂന്നാമത്തെ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ഇത് രണ്ടും പോസിറ്റീവ് ആകുന്ന കേസിൽ എന്താണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഏത് കണ്ടീഷനിൽ നെഗറ്റീവ് ആയിരിക്കും? ഏത് കണ്ടീഷനിൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് എന്നുവെച്ചാൽ ഡെൽറ്റ എസ് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് ഇൻ മാഗ്നിറ്റ്യൂഡ്
ഈ കേസിൽ മാത്രമായിരിക്കും. അപ്പം എന്താണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഏത് കണ്ടീഷൻ ഓർത്തോളം എന്താണ് ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് എന്ന മാഗ്നിറ്റ്യൂഡിൽ. ശ്രദ്ധിച്ചോണം, സച്ച് റിയാക്ഷൻ വിൽ ബി സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അടുത്താണ് കണ്ടീഷൻ ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് ഫോർ എ പ്രോസസ്. നമുക്കറിയാം ഡെൽറ്റ ജി എന്തുവാ? നമുക്കറിയാം ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് അല്ലെ. ഇത് വെച്ചുള്ള കണ്ടീഷൻ ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം അല്ലെ, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലെ. ശ്രദ്ധിച്ചോണം, അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ആണ് ശ്രദ്ധിച്ചോണം, ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ശ്രദ്ധിച്ചോണം, ഡെൽറ്റ എച്ച് ഈസ് എന്താണ് നെഗറ്റീവ്. ഓക്കെ, ഡെൽറ്റ എച്ച് എന്താണ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി ആൾസോ നെഗറ്റീവ്. അപ്പോ ശ്രദ്ധിച്ചോ, ഒന്നാമത് എന്താണ് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവും ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ദ പ്രോസസ് എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പൊ എന്താണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ദ പ്രോസസ് എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി അടുത്താണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ് ഡെൽറ്റ ജി നെഗറ്റീവ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ ബോത്ത് നെഗറ്റീവ്. അപ്പൊ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും എന്താണ് ബോത്ത് നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഏത് കണ്ടീഷനാ? വെൻ ഓൺലി ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് എന്ന കണ്ടീഷനിൽ എന്തായിരിക്കും? hence such reaction will be spontaneous at low temperature. low temperature ഇത് എന്തായിരിക്കും? spontaneous ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ് ഡെൽറ്റ ജി ഓൾസോ നെഗറ്റീവ്. എന്താണ്? ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് എന്ന മാഗ്നിറ്റ്യൂഡിൽ മാത്രം. അപ്പൊ എന്താ ഈ റിയാക്ഷൻ ലോ ടെമ്പറേച്ചർ ഇതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അടുത്തയാണ് ശ്രദ്ധിച്ചോണം, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് എന്നാ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഏത് കണ്ടീഷനിൽ? ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞ എന്താണ്? ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ ബോത്ത് പോസിറ്റീവ്. ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ഓൺലി വെൻ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് എന്ന മാഗ്നിറ്റ്യൂഡിൽ. അപ്പൊ ഇത് ഹൈ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഇത് സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പൊ ഈ മൂന്ന് പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. അത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി ഓൾസോ നെഗറ്റീവ് ആയിരിക്കും. ഏത് മാഗ്നിറ്റ്യൂഡ്? ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് ലോ ടെമ്പറേച്ചർ ഇതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അടുത്ത ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഏത് മാഗ്നിറ്റ്യൂഡ്? ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് ഹൈ ടെമ്പറേച്ചർ ഇതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി അടുത്തയാണ്, ഇഫ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് ഡെൽറ്റ എച്ച് എസ് ഈസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അടുത്ത ഇതിന് ഓപ്പോസിറ്റ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവും ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവും ആണെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഓൾ ദ പ്രോസസ് അവേഴ്സ് നോട്ട് സ്പോണ്ടേനിയസ്. അപ്പൊ ഇതെന്തായിരിക്കും? ഡെൽറ്റ ജി വന്നാൽ ഇതെന്തായിരിക്കും? ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതെന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. if delta H is positive delta S is negative will always delta G will always be positive and the process
always be non spontaneous. ഈ 4 കണ്ടീഷൻ പഠിച്ചോണം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി ഡെൽറ്റ എസ് ലോ ടെമ്പറേച്ചർ ഇതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അടുത്ത ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, സോറി ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് എന്ന കണ്ടീഷനിൽ ഹൈ ടെമ്പറേച്ചർ ഇതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് എന്താണ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് പറയാം. അടുത്ത സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ തരുന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡെൽറ്റ ജി തീറ്റ അതാണ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഡെൽറ്റ ആർ G theta is equal to minus 2.303 RT log K. Log K ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ്? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആണ് എന്താൽപി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K അല്ലേ? അപ്പൊ അത് കാണുന്ന ഇക്വേഷൻ ഡെൽറ്റ ജി തീറ്റ ഓർ ഡെൽറ്റ ആർ ജി തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT log K എന്ന് വരും. ഇനി നമുക്ക് ഇതിനൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ enthalpy and entropy change of a reaction. ഒരു റിയാക്ഷന്റെ enthalpy ചേഞ്ച് അല്ലെങ്കിൽ entropy ചേഞ്ച്. അതാണ് ഒരു റിയാക്ഷന്റെ enthalpy ചേഞ്ച് അല്ലെങ്കിൽ entropy ചേഞ്ച്. enthalpy എന്തുവാ? നമുക്ക് enthalpy എന്തുവാ പറയാം മക്കളെ? enthalpy ഡെൽറ്റ എച്ചും entropy ഡെൽറ്റ എസും ആണ് അല്ലേ? enthalpy and entropy of a reaction. enthalpy 40.63 കിലോ ജൂൾ മോൾ റേസ് ടു -1 അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി 108.8 ജൂൾ കിലോ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 അല്ലേ? predict the feasibility of the reaction at 27 degrees Celsius. ടെമ്പറേച്ചർ കൊടുക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ ജി ആണ് കണ്ടുപിടിക്കേണ്ട. ഇക്വേഷൻ എന്താ മക്കളെ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ? ടി ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ഡിഗ്രിയിലല്ലേ? എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. ടി സീക്വൽ ടു 227 പ്ലസ് 273 സീക്വൽ ടു 300 അല്ലേ? എന്നിട്ട് ഇനി ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു പറ മക്കളെ ഡെൽറ്റ എച്ച് 40. എത്രയാണ് ഡെൽറ്റ എച്ച് വന്നേക്കുന്നത്? 63 കിലോ ജൂൾ ആണ്. അത് എന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. നമുക്ക് എന്ത് കിട്ടും? 630 അല്ലേ? ഈ എന്താണ് കിലോ ജൂളിന് എന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 40 630. അപ്പൊ എന്ത് വരും? 40 630 മൈനസ് എന്താണ് 108. അതും എന്തില് 108.8. അപ്പൊ എന്താണ്? അപ്പൊ ഇത് ജൂൾ ആയതുകൊണ്ട് ഇത് കിലോ ജൂൾ ആവട്ടെ. എന്താ ഇത് കിലോ ജൂൾ ആണ്. പക്ഷെ എൻട്രോപ്പി എന്താണ്? ജൂൾ ആണ്. അപ്പൊ ഇതും ജൂളിലേക്ക് മാറ്റി വേണം ചെയ്യാൻ. ടെമ്പറേച്ചർ 300 ഇൻറ്റു
വാല്യൂ 108.8 ആണ്. ആൻസർ ഈസ് 79.9 ജൂൾ മോൾ റേസ് ടു -1. ആൻസർ ഇതാണ്. ആൻസർ ഇതാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് 40.63 കിലോ ജൂൾ. ഡെൽറ്റ എസ് തന്നിട്ടുണ്ട് 108.8 ആണ്. നമുക്കറിയാം ഇത് ജൂൾ ആയതുകൊണ്ട് ഇത് ജൂളിലേക്ക് മാറ്റണം. അപ്പൊ എന്താ 40 630 എന്ന് വരും. ഇത് കെൽവിനിലേക്ക് മാറ്റണം. അത് ഇട്ട് കൊടുക്കുക. ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അടുത്തത് അപ്പൊ നമുക്കറിയാം എന്താണ് കിട്ടിയ ആൻസർ എന്താണ് 79.90 ജൂൾ മോൾ റേസ് ടു -1 ആണ്. ഇവിടെ ഡെൽറ്റ ജി ആൻസർ കിട്ടിയപ്പോ ആൻസർ എന്താണ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആയതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ എന്താണ് സ്പോണ്ടേനിയസ് ആണ്. എന്താണ് ഫോർവേഡ് റിയാക്ഷൻ എന്താണ് നോട്ട് സോറി ഫോർവേഡ് റിയാക്ഷൻ പോസിറ്റീവ്. നമ്മൾ പറഞ്ഞ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസും എന്താണ് റിവേഴ്സ് റിയാക്ഷൻ സ്പോണ്ടേനിയസും ആണ്. അതുകൊണ്ട് ഇത് ഫോർവേഡ് റിയാക്ഷൻ എന്താണ് നോട്ട് സ്പോണ്ടേനിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സാം ആയതുകൊണ്ടാണ് വേഗം പോകുന്നത്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. അടുത്ത ഡെൽറ്റ എച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ഫോർ ദ റിയാക്ഷൻ. താഴെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. Ag2O gives 22 Ag plus half O2 ഗ്യാസ്. ഇത് റിയാക്ഷൻ ആണ് അല്ലേ? ഇത് റിയാക്ഷൻ ആണ്. ഇതിന്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ് 30.56 ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എത്ര? ഡെൽറ്റ എച്ച് 30.56 കിലോ ജൂൾ മോൾ റേസ് ടു -1 ആണ്. ഓക്കെ. അങ്ങനെ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 66.0 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. നമുക്കറിയാം ഇത് ജൂൾ ആയതുകൊണ്ട് ഇത് എന്തിലേക്ക് മാറ്റണം? ജൂളിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് വരും? 30.56 നിങ്ങൾ ഇത് നോക്കിയാൽ 30.56 വരും. 30.56 എന്ന് വരും അല്ലെ? റെസ്പെക്റ്റീവ്ലി കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഈ റിയാക്ഷനകത്ത് ടെമ്പറേച്ചർ ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ ഇതൊരു ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം ആകുമ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പൊ എന്ത് വരും? ഡെൽറ്റ ജി എന്താണ്? 0 ആണ്. കാരണം അറ്റ് ഇക്വിലിബ്രിയം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ഫോർ ദ റിയാക്ഷൻ Ag2O gives 2Ag plus half O2 ആണ്. എന്നിട്ട് ശ്രദ്ധിച്ചോണം. R 30.56 ആൻഡ് 66.0 respectively. Calculate the temperature at which the reaction would be at equilibrium. Also predict the direction of the reaction above the temperature. ഇതിന്റെ അകത്ത് ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണോ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ ജി നമ്മുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ മക്കളെ? നമുക്കറിയാം ഇവിടെ നിന്ന് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഡെൽറ്റ ജി 0 എന്നറിയാം. ഡെൽറ്റ ജി 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് വരും. വരത്തില്ലേ മക്കളെ? ഇത് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് വരും അല്ലേ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് വരും. ഇതിന് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി കണ്ടുപിടിക്കാൻ എന്ത് വരും? ഇത് താഴോട്ട് വരില്ലേ? ഡെൽറ്റ എച്ച് ബൈ എന്താണ്? ഡെൽറ്റ എസ് എന്ന് വരും. ഇവിടെ ഡെൽറ്റ എച്ച് നമുക്കറിയാം എന്താണ്? 30.560 ആണ്. ബൈ എന്താണ്? 66.0 ആൻസർ 66.0 ആൻസർ 463 കെൽവിൻ. 463 കെൽവിൻ ആണ് ആൻസർ. 463 കെൽവിൻ ആണ് ആൻസർ. 463 കെൽവിൻ ആണ് എന്ത്? ആൻസർ. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? 463 കെൽവിൻ ആണ് ആൻസർ ഇല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് പോവാണ്, കാരണം എക്സാം അല്ലേ, അതുകൊണ്ടാണ് കുറച്ച് പ്രോബ്ലം കൂടി ലഭിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ഫോർ ദ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
ഫോർ ദ റിയാക്ഷൻ ഒരു റിയാക്ഷൻ കൊടുത്തേക്കുവാണ് എന്താണ് PCl5 gives PCl3 പ്ലസ് എന്താണ് Cl2. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K നമുക്ക് തന്നിട്ടുണ്ട്. K is equal to എന്താണ് K is equal to 1.8 into 10⁻⁻7 at 298 Kelvin. അപ്പം ടെമ്പറേച്ചർ 298 Kelvin അല്ലേ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റാൻഡേർഡ്. നമുക്കിവിടെ R ന്റെ വാല്യൂ അറിയാൻ 8.314. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞതാണ് എന്താണ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ് നെഗറ്റീവ് 303 അതുകൂടെ തന്നെ RT log K is the equilibrium constant അല്ലേ. അപ്പൊ എന്ത് വരും? ഡെൽറ്റ ജി -2.303. R ന്റെ വില നമുക്കറിയാം 8.314 ഇൻറ്റു ടെമ്പറേച്ചർ 298 അല്ലേ. ലോഗ് ഇൻറ്റു ലോഗ് 1.8 into 10⁻⁷ ആൻസർ 38,484 ജൂൾ ആണ് കിട്ടിയ ആൻസർ. ജൂൾ മോൾ റേസ് ടു -1. ഇത് കിലോ ജൂൾ ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000. അപ്പൊ എന്താണ് 38.484 കിലോ ജൂൾ മോൾ റേസ് ടു -1. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, കാരണം ആ ഇക്വേഷനോട് ബാക്കി വാല്യൂ എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ഇത് കൂട്ടത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് എന്ത് ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. നിങ്ങൾ അത് ചെയ്ത് നോക്കാം. പരീക്ഷയ്ക്ക് മുന്നേ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ അറ്റ് 298 Kelvin. എന്താണ്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ അറ്റ് 298 Kelvin ആണ്. നമുക്കറിയാം. ശ്രദ്ധിച്ചോളാം. ഇക്വേഷൻ ആ 2NH3 പ്ലസ് CO2. ഇത് ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്. ഓക്കെ, ഗ്യാസ് ആണ്. അതുകൂടെ തന്നെ ഗീവ്സ് എന്താണ്? ഗീവ്സ് H2N NH2. ഓക്കെ, H2N NH2 ഇത് അക്വസ് ആണ്. പ്ലസ് എന്താണ്? പ്ലസ് H2O ലിക്വിഡ്. ഇതിന്റെ അകത്ത് നമുക്ക് ഡെൽറ്റ ഡെൽറ്റ ജി 0 അല്ലെങ്കിൽ ഡെൽറ്റ ജി തീറ്റ എത്ര വന്നിട്ടുണ്ട്? 13.6 കിലോ ജൂൾ മോൾ റേസ് ടു -1. നെഗറ്റീവ് 13.6 കിലോ ജൂൾ മോൾ റേസ് ടു -1 അറ്റ് 298 Kelvin. ആറിന്റെ വാല്യൂ 8.314. ബാക്കി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? K ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്തത് എഴുതിച്ചോണം. നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. അതും കൂടെ പറഞ്ഞെന്താണ് നമുക്ക് എന്താണ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വലിയ കാര്യമൊന്നുമില്ല. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് ദ എൻട്രോപ്പി ഓഫ് എനി പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അപ്രോച്ച് 0 as the temperature approach absolute 0. എന്ന് വെച്ചാൽ ഏതൊരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൂടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അപ്രോച്ച് അബ്സല്യൂട്ട് 0. എന്നിട്ട് ഏതൊരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെയും എന്താണ് എൻട്രോപ്പി 0 ആയിരിക്കും, ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് ദ എൻട്രോപ്പി ഓഫ് എനി പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്
approach zero as the temperature approach absolute zero എന്നാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇതിനകത്ത് ഞാൻ എന്താണ് ബോറോൺ സൈക്കിൾ പറഞ്ഞില്ല, ക്രിസ്റ്റലൈൻ അതുകൂടെ ലാറ്റിസ് എൻതാൽപ്പി ഇല്ലേ, അതുകൂട്ട് തന്നെ എന്താണ് ബോണ്ട് എനർജി ഇല്ലേ, ബോണ്ട് എനർജി അതുകൂട്ട് തന്നെ ലാറ്റിസ് എൻതാൽപ്പി അതുകൂട്ട് തന്നെ ബോറോൺ ഹേബർ സൈക്കിൾ അതുകൂട്ട് തന്നെ എന്താണ് ബോണ്ട് എൻതാൽപ്പി ഒക്കെ നമ്മൾ എന്തിനകത്ത് പഠിക്കുന്നതാണ്, കെമിക്കൽ ബോണ്ടിങ്ങിന്റെ അകത്ത്. അപ്പൊ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ട് എല്ലാം എക്സാം അടുത്തുകൊണ്ട് നമുക്ക് എല്ലാം പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പറയാനത്. അതുകൊണ്ട് അത് നിങ്ങൾ ലാറ്റിസ് എൻതാൽപ്പിയും അതുകൂട്ട് തന്നെ എന്താണ് ബോണ്ട് എനർജിയും അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പിയും എന്താണ് നിങ്ങൾ അത് കെമിക്കൽ ബോണ്ട് നോക്കി പഠിക്കുക. അതുകൊണ്ട് തന്നെ പ്രഷർ വോളിയം വർക്ക് അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് പറയാൻ വിട്ടുപോയി. അത് നിങ്ങൾ ഫിസിക്സിന്റെ അകത്ത് നമ്മുടെ ചാനൽ തന്നെ എന്താണ് ഫിസിക്സിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്താണ് തെർമോഡൈനാമിക്സ് എന്നതിൻ്റെ അകത്ത് പ്രഷർ വോളിയം വർക്ക് ആണ് ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുക, പഠിച്ച് നല്ല പഠിക്കുക. ഓക്കെ.